ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ഫ്രൂട്ട് കസ്റ്റാർഡാണ്. സേമിയ ഫ്രൂട്ട് കസ്റ്റാർഡ്. വളരെ ഈസി ആയിട്ട് ഒരു ഫ്രൂട്ട് കസ്റ്റാർഡ് എങ്ങനെ തയ്യാറാക്കാമെന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. വെൽക്കം ടു ദ വീഡിയോ. സേമിയ ഫ്രൂട്ട് കസ്റ്റാർഡ് തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ കുറച്ച് ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട്. ഫ്രൂട്ട് കസ്റ്റാർഡ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് പുളിപ്പില്ലാത്ത നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഫ്രൂട്ട്സ് എല്ലാം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്ത് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം. ഒരു ബൗളിൽ 1/4 കപ്പ് പാലെടുത്ത് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ഇട്ട് കട്ടകളൊന്നും തന്നെ ഇല്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കസ്റ്റാർഡ് പൗഡർ കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ആദ്യമായിട്ട് സേമിയ റോസ്റ്റ് ചെയ്തെടുക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1/2 കപ്പ് സേമിയ ചേർത്ത് കൊടുക്കാം. റോസ്റ്റ് ചെയ്ത സേമിയോ റോസ്റ്റ് ചെയ്യാത്ത സേമിയ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. റോസ്റ്റ് ചെയ്ത സേമിയമാണെങ്കിലും നെയ്യിലിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുമ്പോഴാണ് ഫ്രൂട്ട് കസ്റ്റാർഡിന് അതിൻ്റെതായ ഒരു ടേസ്റ്റ് കിട്ടുന്നത്. റോസ്റ്റ് ചെയ്യാത്ത സേമിയമാണെങ്കിൽ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് റോസ്റ്റ് ചെയ്ത സേമിയയാണ്. അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കി കിട്ടിയാൽ മതിയാവും. ഇതിപ്പോൾ ചെറുതായിട്ടൊന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇത് റോസ്റ്റ് ചെയ്ത സേമിയ ആയതുകൊണ്ട് ചെറുതായിട്ടൊന്ന് ചൂടായി കിട്ടിയാൽ മതിയാകും. ഇനി ഇതിലേക്ക് 750 ml പാല് ഒഴിച്ചു കൊടുക്കാം. സേമിയം ഈ പാലിൽ കിടന്ന് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം. സേമിയ പാലിൽ കിടന്ന് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന കസ്റ്റാർഡ് പൗഡർ ഒഴിച്ചു കൊടുക്കാം. കസ്റ്റാർഡ് പൗഡറിന്റെ മിക്സ് ഒന്ന് നന്നായിട്ട് കലക്കിയതിനു ശേഷം ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. കസ്റ്റാർഡ് പൗഡർ ചേർത്ത് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് കുറുകി കിട്ടണം. കസ്റ്റാർഡ് പൗഡർ ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് കൂടി ചേർത്ത് കൊടുക്കാം. കണ്ടൻസ്ഡ് മിൽക്കും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുമ്പോഴാണ് ഫ്രൂട്ട് കസ്റ്റാർഡിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. കണ്ടൻസ്ഡ് മിൽക്ക് ഇല്ലാത്തവർ പഞ്ചസാരയുടെ അളവ് കൂട്ടിയാൽ മതിയാകും. സേമിയ നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇത് തണുക്കുന്നതിനായിട്ട് മാറ്റി വയ്ക്കാം. സേമിയം നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ ഇതിനകത്ത് ഫ്രൂട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കാവൂ. നേരത്തെ നമ്മൾ എടുത്ത ഫ്രൂട്ട്സ് എല്ലാം കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിന്റെ കൂടെ ഞാൻ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് കൂടി എടുത്തിട്ടുണ്ട്. കുറച്ച് ബദാം, കുറച്ച് പിസ്ത, കുറച്ച് കാഷ്യൂ നട്ട്സ് ഇതെല്ലാം കൂടി ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ഇഷ്ടാനുസരണം ഡ്രൈ ഫ്രൂട്ട്സ് തിരഞ്ഞെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് സേമിയ കസ്റ്റാർഡ് സെറ്റ് ചെയ്തെടുക്കാം. ഗ്ലാസ്സിലേക്ക് ആദ്യം കുറച്ച് സേമിയ ഒഴിച്ചു കൊടുക്കാം. അടുത്തതായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സ് ഓരോന്നായി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആപ്പിൾ ചേർത്ത് കൊടുക്കാം. ബ്ലാക്ക് ഗ്രേപ്സ് എടുക്കുമ്പോൾ കുരുവില്ലാത്ത ഗ്രേപ്സ് എടുക്കുക. ഗ്രീൻ ഗ്രേപ്സും കുരുവില്ലാത്തതാണ് എടുത്തിരിക്കുന്നത്. സ്ട്രോബെറി ചേർത്ത് കൊടുക്കാം. പൊമഗ്രാനേറ്റ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാം. ഇനി പഴയതുപോലെ വീണ്ടും സേമിയ ചേർത്ത് കൊടുക്കാം. ഫ്രൂട്ട്സ് എല്ലാം വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിന്റെ മുകളിലേക്ക് കുറച്ച് സേമിയ ചേർത്ത് കൊടുക്കാം.
ഇനി ഇതിന്റെ മുകളിലേക്ക് ഐസ്ക്രീം വെച്ച് കൊടുക്കാം. ഐസ്ക്രീം വെച്ചതിന് ശേഷം ഇതിന്റെ മുകളിൽ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. വളരെ സ്വാദിഷ്ടമായ ഫ്രൂട്ട് കസ്റ്റാർഡ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഫ്രൂട്ട് കസ്റ്റാർഡ് നിങ്ങൾക്കും വീട്ടിൽ തയ്യാറാക്കാവുന്നതാണ്. നിങ്ങളിത് തയ്യാറാക്കി നോക്കിയതിനു ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.